പരിഹരിക്കാം. അപ്പൊ മേക്കപ്പ് ചെയ്യാനായിട്ട് കൊണ്ടുവന്ന ആൾക്ക് അങ്ങോട്ട് എന്റെ സ്കിൻ ടോൺ ഒന്നും പിടികിട്ടിയില്ലാന്ന് തോന്നുന്നു, അതുകൊണ്ട് പറ്റിപ്പോയതാണ്. അപ്പൊ ശരിക്കും താങ്ക് യു സർ. ഇറ്റ്സ് റിയലി നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം. സുജയ പാർവതി നമ്മുടെ കേരള മാധ്യമ രംഗത്തെ പെൺപുലി എന്ന് തന്നെ പറയാം അല്ലേ? കേരള മാധ്യമ രംഗത്ത് ഒരു പെൺപുലി തന്നെയായിരുന്നു, അല്ലെങ്കിൽ തന്നെയാണ് ഇപ്പോഴും സുജയ പാർവതി. റിപ്പോർട്ടർ ചാനലിന്റെ നെടുന്തൂണായിരുന്നു, നട്ടലായിരുന്നു, ബാക്ക് ബോൺ ആയിരുന്നു, ഒക്കെ ആയിരുന്നു. ഉരുളയ്ക്ക് ഉപ്പേരി പോലുള്ള മറുപടികൾ ഒക്കെ കൊടുത്തുകൊണ്ട് എല്ലാവരെയും ഒരു മാധ്യമ മലയാള മാധ്യമം എന്ന് പറയുമ്പോൾ സുജയ പാർവതി ഇല്ല, നമുക്ക് സുജയ പാർവതി അവഗണിച്ചുകൊണ്ടൊന്നും നമുക്ക് പിന്നെ എന്ത് ചെയ്യാം, ചിന്തിക്കാൻ കൂടി കഴിയില്ല എന്നുള്ളതാണ്. ഒരേ ഒരു നെഗറ്റീവ് ഞാൻ കാണുന്നത് ഈ പറയുന്ന മാധ്യമ പ്രവർത്തനത്തിൽ ഇരിക്കുമ്പോൾ ഈ നിഷ്പക്ഷമായിട്ട് നിലപാടുകൾ എടുക്കണം എന്നുള്ളതാണ്. അവിടെ സുജയ പാർവതിക്ക് ചെറിയൊരു തെറ്റ് പറ്റുന്നുണ്ട്. എപ്പോഴും എന്താണ് BJPക്ക് അനുകൂലമായിട്ടുള്ള നല്ല നിലപാടുകൾ മാത്രം എടുക്കുന്ന സുജയ പാർവതി ഇപ്പോൾ എന്ത് ചെയ്തു, റിപ്പോർട്ടർ ചാനലിൽ വിട്ടുകൊണ്ട് ബിഗ് ടിവിയിലേക്ക് പോയിട്ടുണ്ട്. അവിടെ എല്ലാവരും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അത് ഈ പറയുന്ന BJP അനുഭാവികളല്ല അവിടെ ഇരിക്കുന്നത്, ഈ പറയുന്ന കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇപ്പോഴത്തെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് അങ്ങനെയൊക്കെ പല 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 കഥകളും വരുന്നത്. എന്തോ ആയിക്കോട്ടെ, അത് അവരുടെ ജീവിതം, അവരുടെ ഇഷ്ടം, അവരുടെ തീരുമാനങ്ങൾ, നിലപാടുകൾ എപ്പോഴും വേണോ നമുക്ക് മാറ്റാം എന്നുള്ളതാണ്. അപ്പോ റിപ്പോർട്ടർ ചാനലിൽ നിന്ന് എന്ത് ചെയ്തു, ഈ പറയുന്ന ബിഗ് ടിവിയിലേക്ക് നമ്മുടെ സുജയ പാർവതി പോയപ്പോൾ ഏതാണ്ട് 10 ലക്ഷം രൂപ, ഭയങ്കര എത്രയോ കോടി രൂപ ഓഫറൊക്കെ കൊടുത്ത് അവരുടെ ചീഫ് എഡിറ്റർ ആയിട്ട് നിയമിക്കുന്നത്. കേരളത്തിൽ തന്നെ ആദ്യത്തെ ചീഫ് എഡിറ്റർ ആയിട്ട് ഒരു പെൺകുട്ടി, ഒരു സ്ത്രീ വരുന്നത് സുജയ പാർവതി. അതൊക്കെ നമുക്ക് അഭിമാനിക്കാം എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ 10 ലക്ഷം രൂപ മാസം പിന്നീട് എന്താണ് ശമ്പളമൊക്കെ കൊടുത്താണ് സുജയ പാർവതി അങ്ങോട്ടേക്ക് വിളിച്ചത്. അതിന് പകരമായി റിപ്പോർട്ടർ ചാനൽ എന്ത് ചെയ്തു, മാധുവിനെ ഇവരെ റിപ്പോർട്ടർ ചാനലിലേക്ക് വിളിച്ചു. ഒക്കെ ശരി തന്നെയാണ്. പക്ഷെ ഇപ്പോ ഈ പറയുന്ന ബിഗ് ടിവി ലോഞ്ച് ചെയ്തതേ ഉള്ളൂ. അത്ര കണ്ട് ഒരു വലിയൊരു ഇമ്പാക്ട് ഉണ്ടാക്കിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ തുടങ്ങി വരുന്നതല്ലേ ഉള്ളൂ. അത് എന്തെങ്കിലും ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ അവരത് റെഡിയാക്കിക്കോളും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. അതുമല്ല അവരുടെ ആ ഒരു പാറ്റേൺ, ഈ പറയുന്ന സുജയ പാർവതി എവിടെ ഈ റിപ്പോർട്ടർ ടിവിയിൽ ഇരുന്ന അതേ ഒരു പാറ്റേൺ, അവിടെയുള്ള പുള്ളി തന്നെയാണല്ലോ റിപ്പോർട്ടർ ടിവിയിൽ ഉള്ളത്. അപ്പൊ അതേ ഒരു പാറ്റേൺ തന്നെയാണ് ഇവരെന്ത് ചെയ്യുന്നത്, കൈക്കൊള്ളുന്നത് എന്നുള്ളതുമാണ്. അതുമല്ല ഇവരെന്തോ ഒരു ബസ്സൊക്കെ എടുത്ത യാത്രയൊക്കെ കുറെയൊക്കെ കോമാളി കാര്യങ്ങളൊക്കെയാണ്, എങ്കിലും തുടക്കമല്ലേ ആൾക്കാരിലേക്ക് അറിഞ്ഞു വരും എന്നുള്ളതാണ്. ഇപ്പോ മെയിൻ ആയിട്ടൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറയുന്ന റിപ്പോർട്ടർ ടിവിയിൽ നിന്ന് സുജയ പാർവതി ബിഗ് ടിവിയിലേക്ക് പോയപ്പോൾ സുജയ പാർവതി ആളാകെ മാറിപ്പോയി. ഇത് നമ്മുടെ സുജയ അല്ല എന്നുള്ള തരത്തിൽ കറുത്ത് കരിവാളിച്ച് അങ്ങനെ ഒരു ടൈപ്പിലേക്ക് മാറിപ്പോയി എന്നുള്ളതാണ്. പെട്ടെന്ന് ആൾക്കാർ ഞെട്ടിട്ട് പറ്റി സുജയ പാർവതിക്ക്. സുജയ പാർവതി ഈ പറയുന്ന ബിഗ് ടിവിയിലേക്ക് ഇത്രയും വലിയൊരു ഹ്യൂജായിട്ടുള്ള ഒരു സാലറി ഒക്കെ വാങ്ങിച്ചു പോയത് അവിടെ വാർക്കപ്പണിക്കാണോ എന്ന് പോലും ആൾക്കാർ ചോദിക്കുന്നു. കാരണം അങ്ങനെയാ തോന്നുന്നത്. ഇതുവരെ AC-യിൽ ഇരുന്ന് നല്ല വെളുത്തു നല്ല സുന്ദരിയായി ഒക്കെ ഇരുന്ന സുജയ പാർവതി ടപ്പന ഒരു ദിവസം കൊണ്ട് കറുത്ത് കരിവാളിച്ച് മറ്റേതോ ഒരു രൂപമായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോ അതിന് വന്ന കുറച്ച് കമന്റുകൾ ആദ്യം വായിച്ചിട്ട് സുജയ പാർവതി പറഞ്ഞ ഒരു സാധനത്തിലേക്ക് വരാം. ഇനി ആ കമന്റുകൾ വായിക്കണം. കമന്റ് ഒന്നും നമ്മൾ സത്യം പറ്റത്തുള്ള സഹിക്കില്ല, അങ്ങനെയുള്ള ഒരു കമന്റാണ്. കമന്റ് ഞാൻ ഇവിടെ വെക്കാമേ, നോക്കിക്കോണേ കമന്റ് എന്തൊക്കെയാണ് ഇവർ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത്. ഓക്കെ, ഇതാ കമന്റ് ഇങ്ങനെയൊക്കെയാണ്. എന്റെ ദൈവമേ, അപ്പോൾ ഇതാണോ ഒറിജിനൽ രൂപം? പെറ്റ തള്ള പോലും കണ്ടാൽ വിശ്വസിക്കില്ല എന്നാണ് ഒന്ന്. വെള്ളത്തിൽ വീണ കോഴിയെ പോലെ ആയല്ലോ, ചാനൽ മാറിയോ? ഓക്കെ, അടുത്ത പറക്കും തളിയയില് നടിയെ ഓർമ്മ വരുന്നുണ്ട്. ഒറിജിനൽ മോന്തായം പുറത്ത് വന്നതിനെ മേക്കപ്പുകാരിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ എന്നുള്ളതാണ്. ഇത് എന്റെ സുജയല്ല, എന്റെ സുജയ ഇതുപോലെ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റുഡിയോ റൂമിന് പുറത്തിറങ്ങി പണിയെടുക്കാൻ തുടങ്ങുമ്പോൾ ആകെ കരിവാളിച്ചു പോയല്ലോ എന്ന് പറഞ്ഞിട്ട് മറ്റൊന്ന് വീടിനടുത്തുള്ള പുഷ്പവല്ലി ചേച്ചിയാണോ മേക്കപ്പ് ഇട്ടത് എന്ന് അടുത്തൊരു കമന്റ്. പഴയ നോക്കിയ ഫോണിലാണോ ഷൂട്ട് ചെയ്തത് എന്നുള്ളതാണ്. പഴയ നോക്കിയ ഫോണിലാണോ ഈ സാധനം ഷൂട്ട് ചെയ്തത് എന്നുള്ളത്. അവരുടെ ഈ പറയുന്ന വീഡിയോ ക്വാളിറ്റിയിലും ചെറിയ എന്തോ ഒരു പ്രശ്നം ഉള്ളതുപോലെയൊക്കെ എനിക്ക് തോന്നുന്നു. ഓക്കെ, ഇതാണ് നമ്മൾ ആരെയും ഈ പറയുന്ന ബോഡി ഷേമും കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. പക്ഷെ ഇത് വന്ന കമന്റുകളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഇതിനെക്കുറിച്ച് സുജയ പാർവതി പറയുന്നുണ്ട്. സുജയ പാർവതി പറയുന്നതാണോ ശരി എന്നുള്ളതാണ് എന്റെ പ്രശ്നം. സുജയ പാർവതി പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം. ഇതെന്താണ് പറ്റിയത് എന്നുള്ളത് നോക്കാം.
അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങളുടെ കമന്റുകളൊക്കെ നമ്മൾ കാണുന്നുണ്ട്, അതൊക്കെ നമ്മൾ പരിഹരിക്കും. എന്റെ മേക്കപ്പിന്റെ കാര്യം നമ്മൾ പരിഹരിക്കും. അപ്പൊ മേക്കപ്പ് ചെയ്യാനായിട്ട് കൊണ്ടുവന്ന ആൾക്ക് അങ്ങോട്ട് എന്റെ സ്കിൻ ടോൺ ഒന്നും പിടികിട്ടിയില്ലാന്ന് തോന്നുന്നു, അതുകൊണ്ട് പറ്റിപ്പോയതാണ്. അപ്പോൾ ശരിക്കും നല്ല മേക്കപ്പ് ഒക്കെ ഇട്ട് അടുത്ത ദിവസം ഉറപ്പായിട്ട് വരാം. അപ്പൊ നിങ്ങൾ ചൂണ്ടിക്കാട്ടുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ആ വിമർശനങ്ങളൊക്കെ ഉൾക്കൊണ്ട് തന്നെയാണ് പോകുന്നത്. മേക്കപ്പ് ഇട്ടാലും ഇല്ലല്ലോ, ഞാൻ തന്നെയല്ലേ, നിങ്ങൾ തന്നെയല്ലേ. അപ്പൊ കുറച്ചു നേരം നമുക്ക് ഇങ്ങനെ തന്നെ തുടരാം. നാളെ നമ്മൾ അതൊക്കെ പരിഹരിച്ചിട്ട് വരികയും ചെയ്യാം. അപ്പൊ എന്നെ കളിയൊക്കെ നോക്കിയുണ്ട്, എലി വെള്ളത്തിൽ വീണ പോലെ ആയി എന്നൊക്കെ പറഞ്ഞ് എന്നെ എലിന്ന് വരെ വിളിച്ചു. അതൊന്നും കാര്യമില്ല. നമ്മൾ എന്തായിട്ടാ തീക്കുരുത്തല്ലേ? എന്നെ കളിയാക്കുന്നുണ്ട്, എലി വെള്ളത്തിൽ വീണത് പോലെ ആയിട്ടുണ്ട് എന്ന് പറഞ്ഞ് കളിയാക്കുന്നുണ്ട് എന്നാണ് സുജയ പാർവതി പറയുന്നത്. അതുമല്ല, സുജയ പാർവതി ഇവിടെ പറയുന്നത് അല്ലെങ്കിൽ ബ്ലെയിം ചെയ്തത് മേക്കപ്പ് മാനെയാണ്. മേക്കപ്പ് മാനെ എന്റെ സ്കിൻ ടോൺ എന്താണെന്ന് മനസ്സിലായിട്ടില്ല, ആ പുള്ളിയുടെ മേക്കപ്പ് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആയത് എന്നുള്ള ഒരു വാദമാണ് ഈ പറയുന്ന സുജയ പാർവതി നിരത്തുന്നത്. പക്ഷേ എനിക്ക് പറയാനുള്ളത്, എനിക്ക് തോന്നുന്നത് ഇതല്ല, മേക്കപ്പ് മാന്റെ വിഷയമായിട്ട് എനിക്കിത് തോന്നുന്നില്ല എന്നുള്ളതാണ്. കാരണം സുജയ പാർവതി നമുക്കറിയാം ഈ പറയുന്ന റിപ്പോർട്ടർ ചാനലിൽ നിന്ന് പോയി അടുത്ത ബിഗ് ടിവിയിലേക്ക് പോകുന്നു. ആ സമയത്ത് ഒരുപാട് ഓട്ടങ്ങൾ കാണും. ഈ പറയുന്ന ഇതൊക്കെ സെറ്റപ്പ് ചെയ്യാനും അങ്ങോട്ടോട്ടോ ഇങ്ങോട്ടോട്ടോ വെയിൽ കൊണ്ട് റെഡിയായി ഒരു പരുവമായിട്ടുണ്ട്. അതിന്റെ പുറത്തുകൂടി ഈ പറയുന്ന നമ്മുടെ എന്താണ് ആറ്റുകാൽ പൊങ്കാലയുടെ ലൈവ് ഷൂട്ടിംഗ് കൂടി എടുക്കാൻ വേണ്ടി പോയപ്പോൾ ആകെ കൂടി വെയിൽ കൊണ്ട് കരിവാളിച്ചതാണെന്നാണ് ഞാൻ മനസ്സിലായത്. ആറ്റുകാൽ പൊങ്കാലയുടെ ഒരു സീൻ അവിടെ വയ്ക്കാം. ഈ ഒരു ചുട്ട് ഭയങ്കര വെയിലാണ്. ഈ വെയിലത്ത് എനിക്കൊന്ന് ഒരുപാട് ടൈം ഇതിന്റെയൊക്കെ ഷൂട്ട് ഇതൊക്കെ എന്ത് ചെയ്യണം, ഇതൊക്കെ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി, ഇതൊക്കെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും സുജയ പാർവതി നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അതിന്റെ ഒരു കരിവാളിച്ചയാണ്, അല്ലാതെ മേക്കപ്പിന്റെ പ്രശ്നമല്ല എന്നുള്ളത്. അതായത് എപ്പോഴും നമ്മൾ AC ഇരുന്ന് പുറമെ ഈ വെയിൽ വെച്ച് സൂര്യപ്രകാശം കൊള്ളാതേക്ക് ഇരിക്കുമ്പോൾ പെട്ടെന്ന് നമ്മൾ ഈ പറയുന്ന അത് എനിക്ക് ഉണ്ടാവാറുണ്ട്. അതായത് പെട്ടെന്ന് നമ്മൾ നല്ലൊരു വെയിൽ കൊള്ളുമ്പോൾ അതങ്ങ് കരുവാളിച്ച് വരും മുഖം നല്ല കരുവാളിച്ച് വരും. പിന്നെ അത് ഒരാഴ്ചയിൽ കൂടുതൽ എടുക്കും ആ ഒരു കരുവാളിപ്പ് മാറാൻ. അതായത് സ്ഥിരം വെയിലത്ത് ഇറങ്ങാത്തത് കൊണ്ടുള്ള പ്രശ്നം. അതാണ് സുജയ പാർവതിക്ക് ഇവിടെ പറ്റിയത്. പക്ഷേ സുജയ പാർവതി ഈ ഉദ്ഘാടനത്തിന്റെ അന്നും സുജയ പാർവതിയുടെ ലുക്ക് ഇങ്ങനെ തന്നെയാണ്, മനസ്സിലായോ? ഒരു ചെറിയൊരു കരിവാളിപ്പുണ്ട്. അതായത് ഇവരുടെ ബിഗ് ടിവിയുടെ ലോഞ്ചിന്റെ സമയത്ത് നമ്മൾ കണ്ടപ്പോൾ സുജയ പാർവതി ചെറിയൊരു കരിവാളിച്ചുണ്ട്. എനിക്ക് തോന്നുന്നു. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്, ഈ റിപ്പോർട്ടർ ചാനലിൽ നിന്ന് ഇറങ്ങി പിന്നെ ഒരു പുതിയ ഒരു പിന്നെന്താണ് വാർത്താ ചാനലാണ്. അപ്പൊ അതൊന്ന് ബിൽഡപ്പ് ചെയ്യാനും അതിന്റെ ചീഫ് എഡിറ്ററും കൊണ്ട് അപ്പൊ എല്ലാ സ്ഥാനത്തും ഓടിപ്പോവുകയും അവിടെയുള്ള പല പ്രമുഖരെയും ഇവരുടെ ബിഗ് ടിവിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ ഈ പറയുന്ന AC-ക്ക് അകത്തിരുന്നാൽ പറ്റത്തില്ല, അത് ഗ്രൗണ്ടിൽ ഇറങ്ങി എന്ത് ചെയ്യണം, സംഭവം എന്ത് ചെയ്യണം, പിന്നെ വർക്കുകൾ ചെയ്യണം. അപ്പൊ അങ്ങനെ വെയിൽ നിരന്തരമായി കൊണ്ട് കരിവാളിച്ചത്. അത് മുഖം കാണുമ്പോൾ കൃത്യമാണ്, അത് മേക്കപ്പിന്റെ പ്രശ്നമല്ല. അത് എത്രയൊക്കെ മേക്കപ്പ് ചെയ്താൽ അങ്ങനെ വരത്തുള്ളൂ എന്നുള്ളതാണ്. അതായത് ഈ കരിവാളിച്ചിരിക്കുമ്പോൾ വീണ്ടും മേക്കപ്പും അത് കുറച്ചുകൂടി എന്താണ് വികൃതമായിട്ട് നമുക്ക് തോന്നുന്നു എന്നുള്ളതാണ്, മനസ്സിലായോ? അതാണ് സംഭവം. അല്ലാതെ മേക്കപ്പ് മാൻ സുജയ പാർവതി കുറ്റം പറയുന്നത് ഈ ഒരു സാധനം നാളെ കൊണ്ട് മാറത്തുമില്ല എന്നുള്ളതാണ്. അതിന് കുറച്ച് ദിവസം കഴിഞ്ഞാലേ, കുറച്ച് ദിവസം AC-യിലേക്ക് ഇരിക്കുമ്പോൾ മാറുമെന്നുള്ളത്. അതുമല്ല, എനിക്ക് വേറൊരു കേസ് എനിക്ക് പറയാനുള്ളത്, ഈ സുജയ പാർവതിയുടെ അവിടെ പോയതിനു ശേഷം, അതായത് ബിഗ് ടിവിയിൽ പോയതിനു ശേഷം ഒരു ചെറിയൊരു പോർഷൻ അവിടെ വെക്കാമേ. Thank you, sir. It's really much respectful. I don't know how to describe it. So thank you for. ഇതും ഈ പറഞ്ഞ സുജയ പാർവതിയുടെ ഇംഗ്ലീഷിന് തെറ്റുന്നില്ല, ആ പറയുന്ന ഒരു രീതി. കാരണം എനിക്ക് മറ്റേ ഒരു കമ്മ്യൂണിസ്റ്റ് ഒരു നേതാവ് ഇങ്ങനെ ഒരു ഇംഗ്ലീഷ് പറയുന്നത് നല്ല രീതിയിൽ കളിയാക്കിയ സുജയ പാർവതി ഇപ്പൊ ഇവിടെയും ഈ പറയുന്ന വാക്കുകൾ എടുത്ത് പെട്ടെന്ന് പറയാൻ വേണ്ടിയിട്ട് ഒരു മടിയുണ്ട്, അല്ല ഒരു എന്താണ് പറയുന്നത്, ഒരു പേടി, ഒരു ഭയമാണ് ഇവിടെ. അല്ലാതെ സുജയ പാർവതിക്ക് ഇംഗ്ലീഷ് അറിഞ്ഞൂടെന്നോ അല്ലെങ്കിൽ പറയാൻ ഫ്ലുവൻസി ഇല്ലെന്നോ അങ്ങനെയൊന്നുമല്ല. അത് ആ ഒരു സന്ദർഭത്തിൽ പെട്ടെന്ന് വരുമ്പോൾ അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മൾ ടെൻഷൻ ആകുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന വാക്കുകൾ കിട്ടില്ല. അപ്പോഴുണ്ടായ ഒരു സാധനമാണ് സുജയ പാർവതിയുടെ കേസിൽ എനിക്കിത് പറയാനുള്ളത്. ഇനി അടുത്ത ഈ പറയുന്ന ബിഗ് ടിവി ലോഞ്ച് ചെയ്തപ്പോൾ സുജയ പാർവതി ബിഗ് ടിവിനെ കുറിച്ച് പറഞ്ഞ ഒരു സാധനം വെച്ചുതരാം. നിങ്ങൾ ആഗ്രഹിച്ചിട്ടില്ലേ നീതിക്കായി വരുന്ന ഒരു കരുത്തുറ്റ ശബ്ദം? നീതിയുടെ നിലയ്ക്കാത്ത ആ ശബ്ദമാവുകയാണ് ഞങ്ങൾ. 2 പതിറ്റാണ്ട് നീണ്ട മാധ്യമ പ്രവർത്തനം എനിക്കെന്ത് കിട്ടുമെന്ന് ആശിച്ചല്ലായിരുന്നു. നിലകൊണ്ടത് ആരെന്നറിയാത്ത ആയിരങ്ങൾക്ക് വേണ്ടിയായി. നിഷ്പക്ഷതയെന്നാൽ മൗനമല്ല, വാർത്തയ്ക്ക് പിന്നിലെ കരുത്താണ്. ഐ ആം സുജയ പാർവതി, ചീഫ് എഡിറ്റർ, ബിഗ് ടിവി, ബിഗ് റിയാലിറ്റി. കേട്ടോ, ഇതിനകത്ത് കണ്ടോ സുജയ പാർവതി എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് വളരെ എന്താ പറയുന്നത്, വളരെ സുന്ദരിയായിട്ടാണ് ഇതിനകത്ത് കാണുന്നത് അല്ലേ? നല്ല രസമുണ്ട്, നല്ല ഗ്ലാമർ ആയിട്ട്. ഇതൊക്കെ മേക്കപ്പാണ് എന്നുള്ളതാണ്. മേക്കപ്പിലും ഈ പറയുന്ന മേക്കപ്പിലും എന്താണ് ഇതിലൊന്നും കാര്യമൊന്നുമില്ല. ഇതിൽ വേറൊരു ഞാൻ മെസ്സേജ് കണ്ടു ഇതിനകത്ത്,
അത് ഞാൻ വായിച്ചു തരാമേ. അതായത് അപ്പൊ അതൊരു ബാഹ്യമായ സൗന്ദര്യത്തെക്കാൾ ഒരാളുടെ കഴിവിനെയും വ്യക്തിത്വമാണ് വില നൽകേണ്ടത് സുജയ ചേച്ചി എന്ന് പറഞ്ഞുകൊണ്ടുള്ള അത് കറക്റ്റാണ്. ബാഹ്യമായ സൗന്ദര്യം ഇതൊക്കെ ഒരു ചെറിയൊരു ടോളായിട്ടൊക്കെ എടുത്താൽ മതി എന്നുള്ളത്. ഇനി ഇവർക്കൊരു ഈ ഒരു ബിഗ് ടി വി ഈ സാധനം തുടങ്ങിയപ്പോൾ ഒരു ബസ് യാത്ര ഒരേ സ്ഥലങ്ങളിൽ പോയുള്ള ഒരു പ്രത്യേക തരം ഒരു സംഭവം തുടങ്ങി. അതിനകത്ത് സുജയ പാർവതി പറയുന്ന ഒരു സാധനം കേട്ടോ. നമുക്ക് ഒരു മരമുറിയിലേക്ക് കൂടി പോകണം. മരമുറി ഒരു വിഷയമാണ് അല്ലേ? ഇതും വയനാട്ടിൽ നിന്നാണ്. വയനാട്ടിലെ മരമുറി എനിക്ക് തോന്നുന്നു എത്ര വർഷമായി ഇപ്പൊ കുറെ കാലമായി വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വിഷയമാണ്. വയനാട് അമ്പലവയൽ കാർഷിക ഗവേഷണ കേന്ദ്രത്തിലെ അനധികൃത മരമുറിയുടെ വാർത്തയാണ് വരുന്നത്. ട്രീ രജിസ്റ്ററിൽ ഉൾപ്പെട്ട കാറ്റാടി മരങ്ങളാണ് മുറിച്ചത്. മരങ്ങൾ വിറകായി മാറ്റിയ നിലയിൽ ജീവനക്കാരുടെ ക്വാർട്ടേഴ്സിന് സമീപം കണ്ടെത്തി. ട്രീ രജിസ്റ്ററിൽ ഉൾപ്പെട്ട മരങ്ങൾ മുറിക്കുമ്പോൾ വനംവകുപ്പിന്റെ ഇത്രയും മതി. അപ്പോ ഇതാണ് സംഭവം. ഈ പറയുന്ന ഇത് എനിക്ക് തോന്നുന്നു ആറ്റുകാൽ പൊങ്കാലയ്ക്ക് മുന്നേ ഉള്ള ഒരു ഷോട്ടാണ് അല്ലേ? അതായത് ഈ ലോഞ്ചിനൊന്നും അത്ര വിഷയമില്ല. ആറ്റുകാൽ പൊങ്കാലയ്ക്ക് മുന്നേ ഉള്ള ഷോട്ടിലും കരിവാളിച്ചിരിപ്പുണ്ട്. അതായത് ഞാൻ മനസ്സിലാക്കുന്നത് ഇതെന്താണ് ഈ പറയുന്ന ബിഗ് ടി വിയുടെ ലോഞ്ചുമായി ബന്ധപ്പെട്ട് വെയിലത്ത് ഒരുപാട് സമയം ഇറങ്ങേണ്ടതായിട്ട് വന്നു. ആ സമയത്താണ് ഈ ഒരു കരിവാളി പോകുന്നത്. അതിന്റെ പുറമെ ഈ ആറ്റുകാൽ പൊങ്കാലയും കൂടി കയറി വന്നപ്പോൾ അതിനകത്ത് ഈ ആറ്റുകാൽ പൊങ്കാലയുടെ ആ ചൂട് അറിയാമല്ലോ. അതിന്റെ പുറത്തുകൂടി ഈ പറയുന്ന കലത്തിൽ നിന്ന് അല്ലെങ്കിൽ തീ കത്തിക്കിൽ നിന്ന് വരുന്ന ചൂടും കൂടി ആകുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ലിറ്ററലി ഊപ്പാട് വരും. ഇവരെ പോലുള്ള എസിയിൽ മാത്രം ഇരുന്ന് വലിയ പുറത്തൊന്നും ഇറങ്ങാത്തവർക്ക് പെട്ടെന്ന് ഈ ഒരു പിന്നെ ചൂട് പെട്ടെന്ന് അവരുടെ സ്കിന്നിന് അങ്ങോട്ട് താങ്ങാൻ പറ്റത്തില്ല. അതിന്റെ ഒരു സംഭവമാണ് ഇത് എന്നുള്ളതാണ്. ഇതൊക്കെ പെൺകുട്ടികളെ അപേക്ഷിച്ചൊക്കെ അവർക്ക് ഒരു കോൺഫിഡൻസിന്റെ ഒരു ഭാഗം കൂടിയാണ്. ഇങ്ങനെ പോകുമ്പോൾ അവർക്ക് കോൺഫിഡൻസ് നഷ്ടപ്പെടുന്ന ഒരു തരത്തിലേക്ക് വരും. സുജയ പാർവതി അങ്ങനെയാണെന്നല്ല ഞാൻ പറയുന്നത്. എന്തായാലും നമ്മുടെ കേരളത്തിലെ തന്നെ പിന്നെ മാധ്യമ രംഗത്ത് ഏറ്റവും ഒരു പുലി തന്നെയാണ്. അത് പുലി തന്നെയായിട്ട് ഇരിക്കട്ടെ. ഈ പറയുന്ന എന്താണ് നിലപാടുകളിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ്. അതുപോലെ ഒരു ബൈസഡ് ആയിട്ട് ഒരു പാർട്ടിക്ക്, അതിപ്പോ കോൺഗ്രസ് ആയിക്കോട്ടെ, കമ്മ്യൂണിസ്റ്റ് ആയിക്കോട്ടെ, BJP ആയിക്കോട്ടെ, ആർക്കും ബൈസഡ് അല്ലാത്ത ഒരു വാർത്ത അല്ലേ, ഒരു നിഷ്പക്ഷമായ വാർത്ത അല്ലേ, സത്യസന്ധമായ വാർത്ത കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക. അല്ലാതെ ഇപ്പൊ നടക്കുന്ന ഇറാഖ് ഈ പറയുന്ന വാറിലൊക്കെ, ഇറാനുമായിട്ടുള്ള യുദ്ധത്തിലൊക്കെ ഈ ഫുട്ബോളിന്റെ കമന്ററി പറയുമ്പോലുള്ള വാർത്തകൾ കൊണ്ടുവന്ന് ഈ പറയുന്ന മലയാള ചാനലുകളെ എന്ത് ചെയ്യുക, അങ്ങോട്ട് അടിച്ച് പിന്നെ തീരെ ഇല്ലാതാക്കരുത്. മനസ്സിലായോ? മലയാള ചാനൽ അത്രയും നിലവാരം കുറയാതിരിക്കുക എന്നുള്ളത്. വരുന്നു ബോംബ് വരുന്നു, ഏത് നിമിഷവും നിർമ്മകളേക്കും അവിടെ മലയാളികളുണ്ട്, മറ്റതുണ്ട്, ഏത് നിമിഷം വീട് പൊട്ടി ഇത്ര ഒക്കെ നിർത്തിയിട്ട് ഇത് ഒരു ക്രിക്കറ്റ് മാച്ചോ ഈ പറയുന്ന ഫുട്ബോൾ മാച്ചോ അല്ല, ജീവൻ വെച്ചുള്ള കളിയാണ്. അവിടെയെങ്കിലും സംയമനം പാലിച്ച് എന്തെങ്കിലും അറിയാമെങ്കിൽ കൂടി അത് മനസ്സിൽ വെച്ച് പുറത്തൊന്നും പറയാത്ത രീതിയിൽ, മനസ്സിലായോ, അങ്ങനെയൊക്കെ ചെയ്തു. എന്തായാലും സുജയ പാർവതിക്ക് പറ്റിയത് എനിക്ക് ഇതാ തോന്നുന്നത്. നിങ്ങളുടെ അഭിപ്രായം കമന്റ് രേഖപ്പെടുത്തി. എനിക്ക് തോന്നുന്നത് ഈ പറയുന്ന കൃത്യമായിട്ടുള്ള സൺലൈറ്റ് കൊണ്ട് എന്താണ് കരിവാളിച്ചു പോയതാണോ, അതിനി 1-2 ആഴ്ച കഴിയുമ്പോൾ റെഡി ആയിക്കോളും എന്നുള്ളതാണ്. എന്തായാലും നിങ്ങളുടെ ഇഷ്ടപ്പെട്ട സുജയ പാർവതി പൂർവാധികം ശക്തിയോടെ സുന്ദരിയായി തിരിച്ചു വരട്ടെ എന്ന് ആശംസിക്കാം. നമുക്ക് എടുക്കണം. ജയ് ഹിന്ദ്.